ഈ മലയാളി പെണ്ണിൻ്റെ ബ്രാ വരെ ഈ പെണ്ണ് മോഷ്ടിച്ചു. ഗായ്സ് സ്റ്റോറി ടൈം. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിലെത്തിയിട്ട് ഞാൻ എന്താക്കി, നേരെ ഞാൻ എൻ്റെ പി ജിയിലേക്ക് വന്നു. ഞാൻ ഈ വീഡിയോ ഒരു 2-3 പാർട്ടായിട്ട് ഇടും, കാരണം അത്യാവശ്യം കഥകളുണ്ട് പറയാൻ. കയറിയ പാട് ഇത്രയും ഡ്രാമ ഉള്ളൊരു ലൈഫിലേക്കാണ് ഞാൻ പോകുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഞാൻ പോയോണ്ടിരിക്കുന്ന ഒക്കെ ഡ്രാമാറ്റിക് ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ പി ജി എന്ന് വെച്ചാൽ എൻ്റെ കമ്പനീൻ്റെ ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ പി ജിയിലെത്തി. ആദ്യം ഞാൻ അവരോട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് 3 ഷെയറിങ്ങിന് 7,500 ആണ്. ഇവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു 3 ഷെയറിങ്ങിന് 8,000 ആണ്. എന്നിട്ട് പിന്നെ ഞാൻ ചോദിച്ചു 2 ഷെയറിംഗ് ആണ്. അപ്പോൾ അവർ പറഞ്ഞു 9,000. അപ്പോൾ ഞാൻ പറഞ്ഞാൽ 2 ഷെയറിംഗ് മതി. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ 2 ഷെയറിംഗ് അവൈലബിൾ അല്ല, ഇപ്പോൾ 3 ഷെയറിംഗ് ആണ്. 2 ഷെയറിംഗ് അവൈലബിൾ ആകുമ്പോൾ അങ്ങോട്ടേക്ക് മാറാം, അത് ഈ മാസം അല്ല അടുത്ത മാസം ആദ്യമായിട്ടാകുമ്പോഴത്തേക്ക് മാറുന്നതാണ്. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു, വേറെ നിവർത്തിയില്ലല്ലോ. എന്നിട്ട് പിന്നെ ഞാൻ 3 ഷെയറിംഗ് പോയപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ആർക്കും റൂം ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു കുട്ടിസ് റൂമിൽ 3 ബെഡ് ഇട്ടിക്കുക, ബാത്റൂമാണ് വൃത്തിയില്ല. അലമാരാന്ന് വെച്ചാൽ ഒരാൾക്കൊരു കഷ്ണം കിട്ടും, ഒരു അലമാരിൻ്റെ ഒരു കഷ്ണം, അത്രേ ഉള്ളൂ. അതിന് എന്താ പറയാനാ, ഞാൻ വീട്ടുകാരൊക്കെ സമാധാനപ്പെടുത്തി ഒരു പോയി. അപ്പം എൻ്റെ റൂമിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്, അവൾ എൻ്റെ റൂംമേറ്റ് തന്നെ. അപ്പോൾ അവൾ എന്ന് വെച്ചാൽ ഹൈദരാബാദിൽ നിന്നാണ്. പിന്നെ വേറൊരു പെണ്ണുണ്ട്, അവൾ ബംഗാളിൽ നിന്ന്. അവൾ എത്തിയിട്ടിരുന്നു ആ നേരത്തെ റൂമിൽ. അപ്പോൾ ഇവള് സംസാരിച്ചപ്പം ഇവൾ എന്നോട് പറഞ്ഞു, ഞാൻ വരുന്ന തലേ ദിവസം മുന്നേ വരെ എൻ്റെ ഈ ബെഡിലൊരു മലയാളക്കുട്ടി ഇരുന്നുണ്ടായിരുന്നു. ഞാൻ വന്നതിൻ്റെ തലേ ദിവസമാണ് അവൾ വെക്കിറ്റ് ചെയ്തിട്ട് വേറെ റൂമിൽ ഈ പി ജി തന്നെ വേറെ റൂമിലേക്ക് അവൾ മാറി. അപ്പോൾ ഞാൻ ഓക്കെ നോക്കി. എന്നിട്ട് ഇവള് പറഞ്ഞു, ഇവള് വലിയ ഹൈദരാബാദിൽ പറഞ്ഞു, ഇവള് ഭയങ്കര വലിയ മാനേജറാണ്, ഒരു റിയൽ എസ്റ്റേറ്റ് ഫേമിൻ്റെ ബാംഗ്ലൂർ തന്നെ എന്തോ ഒരു 5-6 യൂണിറ്റ് ഒക്കെ ഉള്ളൊരു ഫേമിൻ്റെ മാനേജറാണ് ഇവള്. പിന്നെ ഇവള് ഭയങ്കര അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു, ഇങ്ങനെ വലിയ സംഭവമാണ്. അപ്പോൾ ഞാനും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു സോ കൂളിയോ സോ അമേസിങ് എന്നൊക്കെ ഞാനും അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു വാതിൽ നോക്കി ചെയ്തു. അപ്പോൾ ഞാൻ മറ്റേ റൂമിലേക്ക് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വാതിൽ നോക്കും, അല്ല മലയാളി പെണ്ണ്. അപ്പോൾ ഇവള് പറഞ്ഞു ഹലോ ഞാൻ ഇതാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു ആൻറ്റി വിളിക്കുന്നുണ്ട് എന്ന് ഓൾഡ് കൂടെ പോകാൻ. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു.